സീൻ സ്ഥലം ഗോവയിൽ കണക്കിരിക്കുന്നല്ലേ. കാലും കൈയൊക്കെ വിറച്ചിട്ട് വയ്യ. വേണ്ട തംസപ്പ്. അപ്പം നമ്മളെ ജസ്റ്റ് അതിനൊരു ഹിഡൻ സ്പോട്ട് അറിയാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയത് രാവിലെ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത് 10 മണിക്കാ. എത്തിയ സ്ഥലം കണ്ടോ? സ്ഥലം കാണിച്ചിട്ട് ശരിക്കാം. നമ്മളെ ബീച്ചിന്റെ ഈ വശം ഇതുവരെ വന്നിട്ടില്ല കേട്ടോ, ഇതാദ്യമായിട്ടാ. പിന്നെ ഇതുവരെ നമ്മളെ വ്ളോഗിൽ വരാത്ത ഒരാളുണ്ട് നമ്മളെ കൂടെ. ഫൈനലി വന്നിരിക്കുന്നു. ഇതെനിക്ക് അടിച്ചേക്ക് എടുത്തെങ്കിൽ ഞാൻ കളയൂടാ. നിന്നൊക്കെ അടിക്കാൻ തന്നാലും നിന്നെ കളയാൻ സമ്മതിക്കുള്ളൂടാ മാറി. അപ്പം ടർബോ 2 ദിവസമായിട്ട് വീട്ടിലുണ്ട്. എന്തിനാണ് വന്നത് നമ്മള്? വെറുതെ ചുമ്മാ. അപ്പൊ ടർബോ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അത് മതി. പിന്നെ കട്ടൊന്നും ചെയ്യണ്ട. രാവിലെ തന്നെ 7 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് നമ്മളെ ചാമ്പ്യൻ ജസ്റ്റ് വന്നത് 10 മണിക്കാണ്. കുളിച്ചിട്ടൊക്കെയാണ് വന്നത്. ഞാൻ വിചാരിച്ചു പിന്നെ കുളിച്ചിട്ട് വന്നോട്ടെ, മെയിൻ കണ്ടന്റ് ഇവൻ അല്ലേ. അപ്പൊ ഇവൻ കുളിച്ചിട്ട് വന്നു. പക്ഷെ സ്ഥലം കൊള്ളടാ, സെറ്റ്, ഫുൾ പോയിന്റ്, 10 out of 10. വേറെ കൊണ്ടേ. അപ്പം ഇതിന്റെ മെയിൻ ഉദ്ദേശം ഇതല്ല, ഈ വ്ളോഗിന്റെ ഉദ്ദേശം മെയിൻ ഇതല്ല. വ്ളോഗിന്റെ ഉദ്ദേശം വേറെതാ. അത് എടുക്കാം. കേറുക. എടാ ഈ ഒരു ആംബിയൻസിലുണ്ടല്ലോ, ഒരു 2-3 മണിക്കൂർ ഇരുന്നാലും മടുക്കത്തില്ല. എന്തിലോട്ട് നോക്ക്, ഒരു പേടിയില്ല. എടാ വ്ളോഗിലാടാ നീ വ്ളോഗിലാടാ. നിന്റെ എടാ ബീജിയം ഇതിന്റെ ബീജിയം ഇടണം കേട്ടോ. സീസാണ്. നോക്കി ഫ്രെയിം നോക്കി, ഇങ്ങോട്ട് നോക്കി. ഞാനൊരു ഡയറക്ടർ ആയിക്കാനല്ലോ ഇങ്ങനെ ഫ്രെയിം കൊടുക്കുക. സെറ്റ് ആയി. എടാ മതിയടാ. എടാ നിനക്ക് നീന്തൽ അറിയണോ? എനിക്ക് രക്ഷിക്കാൻ പറയണോ? എനിക്കറിയാം. അതിന് നീന്തലൊന്നും അറിയില്ല, അതിന്റെ ഒരു കഥയുണ്ട്. എടാ മതിയടാ, തെന്നോടെ നിന്റെ ചെരുപ്പുണ്ടാ. കാലും കൈയൊക്കെ വിറച്ചിട്ട് വയ്യ. അയ്യോ, ബ്ലോഗിൽ അടുത്ത ദിവസം തന്നെ ഇവൻ ചത്താലുണ്ടല്ലോ. അതാ തിരിച്ചാ കയ്യും കാലും വിറച്ചിട്ട് വയ്യ. എടാ ശരിയാ, പക്ഷെ അങ്ങോട്ട് പോവാ എനിക്ക്. ഞാൻ ഇവനും പോയി ഞാൻ തള്ളിയിട്ടെന്ന് പറയാം ആൾക്കാര്. സ്ഥലമുണ്ട്, എനിക്ക് കാണുന്നില്ലല്ലോ. നീ വ്ളോഗിൽ വന്നു പറഞ്ഞ് ഇങ്ങനെ ചെയ്യല്ലേ? കുറച്ചുകൂടെ പ്രേക്ഷകർക്ക് കുഴപ്പമില്ല. വാ, ഈവനിങ് വന്ന കിട്ടുന്ന സൺസെറ്റ് കിട്ടും. ജസ്റ്റ് ഈ റോഡിന് വരുന്നോ? ഇങ്ങോട്ട് കയറി വരുന്നതിന് പേരെന്തെങ്കിലും ഉണ്ടോ? അൺനോൺ റോഡ് ഒന്നിട്ടല്ലോ. എക്സ്പ്ലോർ ചെയ്ത് ജസ്റ്റ് ആറാ എന്തേലും ആട്ടെ, എൻജോയ് ചെയ്യട്ടെ, കാണാം. അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഞാൻ ഇങ്ങനെ കാണിച്ചപ്പോ പൊരീന്ന് പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞത് പൊരീന്ന് ഉദ്ദേശം എന്താ? ഇല്ല അതൊന്നും പോവില്ല. പോടാ നീ. കുറച്ച് വയറ് വെച്ചെന്ന് വെച്ചിട്ട് ആൾക്കാരെ കളിയാക്കാൻ പാടില്ല കേട്ടാ. ഓ ബ്ലോഗിലൊന്നുമില്ല, കാറ്റടിക്കാൻ പറഞ്ഞത്. എല്ലാത്തിനും വയറ് കണ്ടല്ലോ. കോൺഷ്യസ് ആയി ഇതാടാ സ്ഥലം. ആ സ്ഥലം എടാ നൈസ് സ്ഥലം എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് ആകാൻ തുടങ്ങി എല്ലാവരും. നമ്മളെ കൂട്ടിയിട്ടൊന്നും ആശാൻ മുങ്ങി അങ്ങ് എത്തിയെന്ന് തോന്നുന്നു. മെയിൻ ആള് വേറെ വഴിയിലൂടെ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്ക്. ആറ്റിറ്റ്യൂഡ് അങ്ങേ അറ്റം. 1-2 വീഡിയോ ഇട്ടെന്ന് വെച്ചാൽ ഫേമസ് ആവുന്ന വിചാരം. ഫുൾ ആറ്റിറ്റ്യൂഡ് കേട്ടോ.
നമ്മൾ വന്ന വഴി വരുമ്പോൾ എടുക്കാൻ മറന്നു, പക്ഷെ പോകുമ്പോൾ എടുക്കാന്ന് വെച്ച്. ഇവിടെ സീൻ സ്ഥലം ഗോവ കണക്കിരിക്കുന്നല്ലേ. എന്താ ബാക്കി രണ്ടെണ്ണം പോകുന്നുണ്ടോ? നമ്മളെ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആ സൗണ്ട് കേൾക്കൂല. അവിടെ ഒരു ഒറ്റ മൈനെ കാണിച്ചാൽ നിനക്ക് കാണിച്ചട്ടെ. എന്നാലും അങ്ങനെ അറിയില്ലേ, നമ്മക്കൊക്കെ ഇനി എന്താടാ പറ്റാനുള്ളത്? ഈ കറുപ്പ് ഉദ്ദേശിച്ചത് നീ തന്നെയല്ലേ? ഞാനും കറുപ്പിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കറുപ്പിൽ മുങ്ങിയിരിക്ക. ആ ശരിയാണല്ലോ. എടാ ആ ഉയരെ ഇന്ന് അടിച്ചാണ് കേട്ടാ. കിടുന്ന സാധനം ഇട്ടാ, അത് ബ്ലോഗിലിടണം. ഓഡിയോ ഇടാൻ പറ്റില്ലല്ലോ, കോപ്പിറൈറ്റ് ഉണ്ട്. എടാ ഇതാട്ടാ വഴി. മെയിൻ റോഡ് ഇപ്പം എത്തുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് ആദ്യമായിട്ടാ വന്നത്. എൻ്റെ നാട്ടിലെ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം ഞാൻ ഇന്ന് ആദ്യമായിട്ടാ ഇങ്ങോട്ട് വരുന്നത്. വീട്ടിൽ നിന്ന് കളി ഇറങ്ങാത്തവന്. അവിടെ ഇന്നലെ രാത്രി നമ്മൾ എത്ര മണിക്കാണ് കയറിയെ? ആ എന്നിട്ട് പറയാം വീട്ടിൽ നിന്ന് വെളി ഇറങ്ങാറില്ല. എത്താത്തന്ത്രാ ഇവനിങ്ങനെ ഇവന് മറ്റേ സംഭവടാ. മൈ ഫ്രണ്ട് നോസ് എ വേ അല്ലെ നോസ് എ സ്പോട്ട്, ഹി വിൽ ടേക്ക് മീ ടു ദാറ്റ്. അതാ കണ്ടോ, ഇതാണ് സ്ഥലം. ഓടാ പാവം എൻ്റെ മോനെ. ഇതൊക്കെ 2X എല്ലാവരും കണ്ടോ? അപ്പൊ പെട്ടെന്ന് കഴിയും. വേണ്ട നീ 2X ആക്കട്ടെ, ആൾക്കാർ നെക്കി പിടിച്ചോളൂ 2X ആവാൻ. സ്ക്രീന് അപ്പം പോവാം. ഇതൊക്കെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുണ്ടോ? അപ്പം നമ്മൾ പഠിച്ച സ്കൂള് ഇവിടെ പഠിച്ച സ്കൂളിലുള്ള ആൾക്കാർ കമന്റ് ചെയ്യുക ഇതേതാ സ്കൂളിന്ന്. ഇതാണ് ആ സ്കൂള്. ലൈഫിൽ 13 വർഷം പഠിച്ച സ്കൂളാടാ. കുറെ മെമ്മറീസ്. ഗേറ്റ് ഉണ്ടോ? ഞാനും അവനും ഈ റോഡിലൂടെ 13 വർഷം ഡെയിലി പോയി വന്ന ആൾക്കാർ. കുറച്ചാലും നടന്ന്, കുറച്ചാലും സൈക്കിളിൽ, പിന്നെ ഈ വണ്ടിയില്. അന്ന് ഇവന് ഈ വണ്ടിയുണ്ട്. ഓൻ്റെ മോനെ മെമ്മറീസ്. നമ്മൾ വെച്ചിട്ടെടുക്കാന്നാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ആശാൻ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. എന്താ വരുന്ന ടാടട്ടെ. വിജയമുണ്ടോ? അതിനുണ്ട്. അപ്പം ഗൈസ് ഇതാണ് സാധനം. നമുക്ക് ഈ സാധനത്തിന് ഓണറെ വിളിക്കാം. തന്നെ ബാ. ബ്ലോഗ് ഓണാണെന്നത് കുഴപ്പമില്ല. നീ പിടിച്ചെന്നാ സാധനത്തിന്റെ ഓണർ. ഇതാണ് സാധനത്തിന്റെ ഓണർ. സാധനം കുതിര. അതുണ്ട് കൊറേ ഓടിച്ചു. എടാ എല്ലാ കൂട്ടത്തിലും കാണുമല്ലോ ഒരു കൂട്ടുകാരൻ ആ ദൂരെ പോയിരുന്ന ഫോണിൽ കളിക്കുന്നത്. അവന്റെ ഫോണ് എത്തി നോക്കിയാലോ. ഓ അപ്പത്തേക്ക് കോള് ഇടങ്ങാറാക്കണ്ട, എന്തേലും ചെയ്യട്ടെ. അപ്പം ഇതാണ് ഇന്നത്തെ മെയിൻ കണ്ടന്റ്. ചേതക് 3502 സംഭവം എടുത്തിട്ടൊരു മാസമായി, പക്ഷെ നമ്മൾ കാണാൻ ഒരു മാസം ലേറ്റ് ആയെന്നുള്ളൂ. 2 ദിവസമായിട്ട് ഇതിന്റെ മുകളിൽ തന്നെ നമ്മൾ ഫുള്ള് പെരുന്നാൾ വ്ളോഗും ഇതിലായിരുന്നു എടുത്തത്. പെരുന്നാൾക്ക് എടുക്കാൻ ഉദ്ദേശിച്ച സാധനം പെരുന്നാൾക്ക് എടുക്കാൻ പറ്റില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്നത്. അപ്പം സാധനം ഓണായി കണ്ടു സംസാരിക്കാൻ. അങ്ങനെ ഓണായാ? ഓണാണ്, സാധനം ഓണാണ്. സൗണ്ട് ഒന്നുമില്ല. എക്സോസ്റ്റ് കപ്പിച്ചരാ. എക്സോസ്റ്റ് ഉണ്ടോ? ഇല്ല, മോട്ടറിന്റെ സൗണ്ട് കേൾക്കും. മോട്ടർ ഇനി മോട്ടർ ഇപ്പുറം പോലും സൗണ്ട്, ചെറിയ സൗണ്ട് കേക്ക പോലില്ല. ഒന്ന് പഠിച്ചിട്ടാ ഞാൻ ഇവരോട് പറഞ്ഞ റെഡ് കളർ എടുക്കാൻ വേണ്ടിയിട്ട്. അതാകുമ്പം ഡെഡ്പൂളിന്റെ സാധനം ആവുമായിരുന്നു, പക്ഷെ അവന് ചേരുന്നുണ്ട് ആ സാധനം. അതോ വരുന്ന ഏതടാ ബ്രേക്ക് കുറച്ച് സീനാ. നീ മൊത്തത്തിൽ സീനായിട്ടുണ്ട് ഇപ്പൊ. ബ്രേക്ക് നല്ലൊരു ബ്രേക്കാ. അപ്പം ഇതാണ് വണ്ടിനെ കുറിച്ച് 2 വാക്കുകൾ. മൈക്കുണ്ടല്ലോ.
നല്ല വണ്ടിയാണ്. നല്ല വണ്ടി തന്നെയാണ്. നിന്നോട് മറ്റേ ഇത് ഫിലിം ചാനലില് റിവ്യൂ പറയാനല്ല പറഞ്ഞേ, പിന്നെ മര്യാദക്ക് പറ. വണ്ടി നല്ലതന്നെ. കുറച്ച് ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. ബ്ലൈൻഡ് സ്പോട്ടോ? ആ വണ്ടിക്ക് എത്ര ഇതില്ല. ബ്ലൈൻഡ് സ്പോട്ട്, മിററില് ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. ചാർജിങ്ങിനൊക്കെ ഒരേ സമയം എടുക്കും. ലോങ് ഡിസ്റ്റൻസ് പോവണ്ട, അതേ പറയാം. പോകുന്നുണ്ടെങ്കിൽ ചാർജിന്റെ വളരെ പ്രശ്നമാണ്. അല്ലടാ, ഞാനേ ബ്ലൈൻഡ് സ്പോട്ട് എന്നൊക്കെ പറയുന്നത് ലോറിക്കും ബസ്സിനൊക്കെ കേട്ടിട്ടുള്ളൂ. അതുപോലെയാ ഇത്. മിറർ കണ്ടാ ത്രികോണം. ഇത് നോക്ക്, ഇത്രേ ഉള്ളൂ സാധനം. എന്റെ കൈയുടെ അപ്പുറം ഇപ്പുറം എത്തുന്നില്ല, അതിന് ബ്ലൈൻഡ് സ്പോട്ട്. ഈ മിറർ അടാ, മിറർ ഇല്ലാത്ത വണ്ടികളൊക്കെ ഓടിച്ചിട്ടുണ്ടാ, എന്നിട്ടാണ് ഈ ബ്ലൈൻഡ് സ്പോട്ട്. പറഞ്ഞ കാര്യമായിരിക്കും ഇതൊക്കെ, പക്ഷെ മിറർ സീൻ സാധനോടാ. മിററൊക്കെ അടിപൊളിയാ. നോക്കിയേ, ആ ഒരു സ്ലിക്ക് ഡിസൈനും വണ്ടിക്ക് ചേരുന്ന ഒരു മിററാ. പിന്നെ വണ്ടിന്റെ വ്ളോഗ് പോരെ, ഇത് പോരെ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ വണ്ടിനെ കുറിച്ച്? അപ്പം വണ്ടി നല്ല വണ്ടിയാണ്. 2000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടാറ്. ഇനി ഒരു 96 കിലോമീറ്ററും കൂടെ ഓടിക്കാൻ 2000 കിലോമീറ്റർ കാണുന്നില്ല. ഓക്കെ, അത്ര ഓടിക്കാൻ. എന്നിട്ടാണ് വണ്ടിന്റെ റിവ്യൂ പറയുന്നത് നമ്മള്. അപ്പം സത്യമായ റിവ്യൂ മാത്രമേ ഞങ്ങൾ പറയാറുള്ളൂ. ഒന്നിറങ്ങിയ സീനാ. ഫുഡ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ തുടങ്ങി വെച്ച പുതിയൊരു സംരംഭം ഇത്. നമ്മൾ ഓർഡർ എടുക്കുന്നതാണ്, പിന്നെ ഗിഫ്റ്റും കസ്റ്റമൈസ് ചെയ്തിട്ടും കൊടുക്കുന്നതാണ്. കാറ് മാത്രമല്ല, പല മീൻസ് ഫോട്ടോസ് ആയാലും ഈ സ്കൂൾ പ്രൊജക്റ്റും ഫ്രെയിം ചെയ്യാനും വീട്ടിലേക്കായാലും ഇത് ചെയ്യുന്നതാണ്. അപ്പം ചെറിയൊരു സാധനം ഉണ്ടോ അതായത് metriccanvas.in. നിങ്ങൾ പറയുന്ന കാർ നമ്മൾ ചെയ്തു തരും. വേണ്ട ആള് കോണ്ടാക്ട് ചെയ്യുക, താഴെ ലിങ്ക് കൊടുക്കാം. അതല്ലാതെ നമ്മളെ നമ്പറുള്ള ആൾക്കാർക്ക് നമ്മളെ നമ്പറിലേക്ക് ഡയറക്റ്റ് ചോദിച്ചാൽ. കാറ് മാത്രമല്ല, വേറൊരു സാധനമുണ്ട്. അത് സംഭവം ആൾക്കറിയാം. ഇന്നലെ വീട്ടിലൊന്ന് കണ്ട്. ഇത് നമ്മൾ മെന്നാന്ന് പെരുന്നാക്കെടുത്ത ഫോട്ടോയാ. മെന്നാന്നല്ലേ പെരുന്നാളിനെടുത്ത ഫോട്ടോയാ. അപ്പം ഇത് ഇന്നലെ വന്ന് കണ്ട്. ഞാൻ ചോദിച്ചു വേണമെന്ന് വെച്ചപ്പോൾ പറഞ്ഞാൽ വേണമെന്ന് പറഞ്ഞു. അപ്പം വീഡിയോ എടുത്തിട്ട് കൊടുക്കാന്നായിരുന്നു. അപ്പൊ ഇന്ന് കൊടുത്തിയ റിയാക്ഷൻ ഒന്നും ഇല്ല, എന്നാലും അതുകൊണ്ട് എന്നാലും സ്റ്റിൽ അത് ഒന്ന് ഇടുന്നുണ്ട്. ആൾക്കാർ കണ്ട് ക്യാമറ ഉണ്ട്, ഫോട്ടോ എടുക്കണം. ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കണം. നമുക്ക് അവാർഡൊക്കെ കൊടുക്കും. അവാർഡ് കൊടുക്കുന്നവരാടാ, എടുക്കണോ വേണമെങ്കിൽ സാധനങ്ങളുണ്ട്. metriccanvas.in ഉണ്ടാവും. ബാക്കിൽ സ്റ്റിക്കർ ഒട്ടിക്കാൻ മറന്നല്ലോ. ഇതിന്റെ ബാക്കിൽ സ്റ്റിക്കർ ഒട്ടിക്കണം. നമ്മൾ ബാക്കിൽ സ്റ്റിക്കർ ഉണ്ടാവും. അപ്പം ഇതാണ് സാധനം. ഇതിപ്പം A4 ആയിക്കോട്ടെ, A3 സൈസ് ആയിക്കോട്ടെ, A5 ആയിക്കോട്ടെ. ഇത് A5 സൈസ്. അപ്പം വേണ്ട ആള് ഓർഡർ പ്ലേസ് ചെയ്യുക. ദിസ് ഈസ് യുവേഴ്സ്. നീ ഈവൻ ഈ പരിപാടി നിർത്തുന്നില്ല. എവിടെ ആൾക്കാരെ കാണുന്നു അവിടെ നോക്കിയെങ്കിൽ നിൽക്കുക. കുറ്റം പറയാം. മൈക്കുണ്ട് ഇവിടെ, കേക്കും. അവന്റെ മൈക്കുണ്ടാടാ. അപ്പം ഇതിന്റെ നമുക്ക് ചെറിയ റീൽ എടുക്കണം. ഈ സാധനം ഒഴിവാക്ക്. പറിക്കാനുണ്ടാവണം എന്നാണ് എന്റെ വിശ്വാസം. ഇത് വെക്ക്. ഒരു മിനിറ്റ്, ASMR എടുക്കണോ? ഈ മൈക്കോണോ? നല്ല ആളെ ASMR എടുക്കാൻ വിളിച്ചു. സൂപ്പർ. ഇതെവിടെ വെക്കാ നീ? ഞാന് തലയിൽ കെട്ടി നടക്കാം. വേണ്ടായിരുന്നു. ഇതേ സംഭവം ഫേമസ് ആയല്ലോ, അതിന്റെ അഹങ്കാരമാണ്. ഇപ്പൊ ഫുൾ ആറ്റിറ്റ്യൂഡിലാണ് നടത്തൊക്കെ. എന്ത് ഫേമസ് ആണ്. ഇൻസ്റ്റൊക്കെ ഡീആക്ടിവേറ്റ് ചെയ്തായിരുന്നോ? ഇപ്പൊ ആക്ടിവേറ്റ് ചെയ്ത്. പിന്നെ ജസ്റ്റ് അതിന്റെ ആൾക്കാര് ഗസ്റ്റിന് വേണ്ടി കമന്റ് ചെയ്യാം. അപ്പൊ വാ, അതിന്റെ റീൽ എടുക്കാം. ഓക്കെ, അവിടെ അവാർഡ് ദാനം പോലെ കൊടുക്കാം നമുക്ക്. ജസ്റ്റ് ഒന്ന് നിക്ക്. ജസ്റ്റ് ഒന്ന്. അപ്പം വണ്ടി ഫ്രെയിം ഇതായിരുന്നു മെയിൻ കണ്ടന്റ് ഇന്നത്തെ. സോ നമ്മളിന്ന് തിരിച്ചു പോകും ഹോസ്റ്റലിലേക്ക്. ഫ്രെയിം അത് വെച്ചോ, ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകും. ഞാനും പോവും, പിന്നെ ഇവനും പോവും. നമ്മള് വന്നിട്ട്, ഞാൻ വന്നിട്ട് ഒരാഴ്ചയായി, ഇവൻ വന്നിട്ട് 2 ദിവസം.
അപ്പം ഇന്ന് തിരിച്ച് ഹോസ്റ്റലിലേക്ക് കയറും. ഇത് ഹോസ്റ്റലിൽ കയറിയതിന് ശേഷമായിരിക്കും മിക്കവാറും വരല്ലേ വ്ളോഗ്? അതെ, അത് ഞാൻ കാണുമെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. അല്ലല്ല, നീ കാണണം. നീ കണ്ടില്ലെങ്കിൽ ഞാൻ ഇവനെ കൊണ്ട് എഡിറ്റ് ചെയ്യും. നീ ഇല്ലാണ്ട് ഇതിലേക്ക് നീ വന്നില്ലെങ്കിൽ പിന്നെ നിന്നെ കൊണ്ട് എന്താടാ ഉപയോഗം? അപ്പം ഈ വണ്ടിന്റെ ഓണറോട് വണ്ടി മര്യാദയ്ക്ക് ഓടിക്കാൻ പറയാം. അടാ അടാ ചേടാ, ഹാപ്പിനെസ്, ഇതാണ് നമ്മുടെ സന്തോഷം. താങ്ക് യു ജസ്റ്റ് താങ്ക് യു. അപ്പം വണ്ടിന്റെ ഓണറോട് വണ്ടി മര്യാദയ്ക്ക് ഓടിക്കാൻ പറയാ, ഹെൽമെറ്റ് ഇട്ട് ഓടിക്കുക, നമ്മളിപ്പോ വന്ന പോലെ ഒന്നും പോവാതിരിക്കുക. ഓക്കെ? അതെ. പിന്നെ എൻജോയ് ചെയ്യാം. അതെ, ശരി. അപ്പോൾ ഗൈസ്, ഇനിയിപ്പം വ്ളോഗുകൾ വരുമോ? വ്ളോഗുകൾ ഞാൻ കാണുമെന്നുള്ളത് അറിഞ്ഞൂടാ, എന്തായാലും നിന്നെ വരും. അപ്പം ഇവൻ വന്നില്ലെങ്കിലും ഇവൻ എൻ്റെ അടുത്ത് ഇരുന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ അത്രേ ഉള്ളൂ. ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച്. അതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാന്ന് വെച്ചു. അവിടെ അത് എടുക്കണമെന്നുണ്ട്, പക്ഷെ വേണ്ട, പ്രൈവസി ബ്രീച്ച്. അജീവ് ദേവ്ഗൻ ട്രോളാക്കാൻ അജയ് ദേവ്ഗന്റെ ഫോട്ടോ ഇട്ട് കൊടുക്ക. അങ്ങനെ വേണ്ട പോടാ, അടിയിട്ടതായിരിക്കും നാട്ടുകാരെ. സോ ഗൈസ്, അതാ ഗുഡ് ബോയ്, കൂളസ്റ്റ് ബാഡ് ബോയിന്റെ ഫ്രണ്ട് ഗുഡ് ബോയ്. ഓക്കെ, കയ്യൊക്കെ തുടങ്ങി. അപ്പം ജസ്റ്റ് ഒരു ബൈ. ടിൻറ്റിൻ അടിക്കാൻ പറഞ്ഞു. ഇന്നത്തെ ഒരു ടിൻറ്റിൻ ആ വ്ളോഗ് വരാൻ കേട്ടോ. ആ ഒരു ടിൻറ്റിൻ ഒന്നും പറയടാ, ഒരു ടിൻറ്റിനും കൂടെ അടിക്കാൻ പറയടാ. സോറി. അപ്പം ഇവന്റെ പോലെ ടിൻറ്റിൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ഗൈസ്. അപ്പം ഇനി അടുത്ത ഇത് ചാലഞ്ച് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അജുരുന്നാക്കേക്ക് സീനാകാൻ പോകുന്നുണ്ട്. അന്നായിരിക്കും ചിലപ്പോൾ ഇവനെ പിന്നെ കിട്ടുക. അതിന് മുന്നേ കിട്ടുവാണെങ്കിൽ അതിന് മുന്നേ ഉള്ള കണ്ടന്റ് നമുക്ക് എടുക്കാം. പക്ഷെ നമ്മൾ എടുത്തിരിക്കും. നീ കൊണ്ടേക്കാ നാട് കിടത്തുന്നത് ബാംഗ്ലൂരിൽ പോയിട്ട് 2 ദിവസം ഇങ്ങനെ തിരിച്ചു വരുന്നതാണ് പിന്നല്ലേ. അപ്പം ഗൈസ്, കുറെ നേരം ഗൈസ് തുറന്ന് ബൈ അവസാനിപ്പിച്ചായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴൊരു സാധനം നോട്ടീസ് ചെയ്തത്, ആ ഫോട്ടോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒത്തിരി താടി ഉണ്ടായിരുന്നു. ഇപ്പൊ കണ്ടോ, ഏതാ ലുക്ക്, ബാക്ക് ടു നോർമല് സീൻ തന്നെ. ഇത് പറയാനായിട്ട് പിന്നെയും നമ്മൾ വ്ളോഗ് ഓണാക്കി. ബായ് പറഞ്ഞിട്ട് പോയി നമ്മൾ പിന്നെയും വ്ളോഗ് ഓണാക്കി. ബീച്ചിലേക്ക് ഇറക്കാം. 2 മിനിറ്റ് വരുമ്പോ. അപ്പം ഇത് പറയാൻ നമ്മൾ ഓണാക്കി തന്നെ. നമ്മളെ ബീച്ചിൽ നമുക്ക് പൈസ ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല. ചേച്ചിനോട് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞേ സീന. അപ്പം ഇവിടെ 2 റീൽ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോവുകയായിരിക്കും. സോ ഗൈസ്, അഗൈൻ ബൈ.